എസ് ഗ്രൂപ്പിൻ്റെ ബിസിനസ് പ്ലാനിൽ LEA കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. LEI എന്താണ് LEA നമുക്ക് നോക്കാം. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാം, LEI RBI എന്ന് സെർച്ച് ചെയ്യാം. നമുക്കൊരു ലിങ്ക് കിട്ടുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലേക്കാണ് പോവുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് എന്താണ് LEI, എന്തിനാണ് LEI എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വലിയ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്ന കമ്പനികൾ മസ്റ്റായിട്ടും ഈ LEI കോഡ് ഉണ്ടായിരിക്കണം. വലിയ ട്രാൻസാക്ഷൻ സമയത്ത് ഇപ്പം സെൻഡർ ആയാലും റിസീവർ ആയാലും അവർ ജെനുവിനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിസ്ക് കുറയ്ക്കാനും തട്ടിപ്പുകൾ തടയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിവിടെ സെർച്ച് ചെയ്യാം LEI കോഡുള്ള കമ്പനികൾ. നമുക്ക് ഇതിനകത്തൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് നമുക്ക് കാണാം. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റി ഐഡൻറ്റിഫയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് അതോറിറ്റിയിലേക്കാണ്. അത് ആക്ച്വലി RBI റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. നിങ്ങൾക്ക് കാണാം, ആ ഒരു സൈറ്റ് കാണാം. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന കളറിൽ കോഡ് കൊടുത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ കോഡ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്. സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല സെർച്ച് ചെയ്യുന്നത്, ഗ്ലോബൽ സെർച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്ലോബൽ സെർച്ചിനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഫീൽഡ് ഉണ്ട്. അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട കമ്പനിയുടെ പേര് അടിച്ചു കൊടുക്കുക. ഇവിടെ സിൻസിയർ സിസ്റ്റംസ് ഗ്രൂപ്പ് ലിമിറ്റഡ് ഒരു ക്യാപ്ച ടെക്സ്റ്റ് താഴെ കാണാം. നമ്മൾ അതോടെ അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാം. ഗ്ലോബൽ സെർച്ച് ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. മീൻ ടൈം നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇഷ്യൂഡ് എന്നുള്ള സ്റ്റാറ്റസിൽ ഒരു കമ്പനി ഇതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ കമ്പനി എല്ലാ ഡോക്യുമെൻറ്റ്സും, ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത്, ജെന്യുവൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് ഈ അതോറിറ്റി അത് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. അതെ, സിൻസിയർ സിസ്റ്റംസ് ഗ്രൂപ്പ് ലിമിറ്റഡ്, ബ്രിട്ടനിലുള്ളൊരു അഡ്രസ്സ് ഉണ്ട്, ആക്റ്റീവാണ്, സ്റ്റാറ്റസ് ഇഷ്യൂഡ് ആണ്, ഫുള്ളി കൊറോബറേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടു, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. അല്ല, ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ കാണുന്നതാണ് LEI കോഡ്. താഴെ നോക്കാം, ഇഷ്യൂഡ്, ഫുള്ളി കൊറാബറേറ്റഡ്, ആക്റ്റീവാണ്. എന്നാണിത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, 25/6/2020. അത് കഴിഞ്ഞിട്ട് താഴത്ത് നമുക്കറിയാം നെക്സ്റ്റ് റിന്യൂവൽ ഡേറ്റ് 28/6/2025 ഇനി നെക്സ്റ്റ് റിന്യൂവൽ ഉള്ളത്. എവറി ഇയർ ഇതിൻ്റെ റിന്യൂവൽ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് റിന്യൂവൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു തട്ടിപ്പ് കമ്പനിക്ക് ഒരിക്കലും ഒരു LEI കോഡ് ദീർഘകാലം കൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാം, എസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ ലീഗലായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. താങ്ക് യു.